ഹായ് ഗായ്സ്, നമുക്കിന്ന് ബേക്ക് ചെയ്യാത്തൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണപ്പോൾ ബേക്ക് ചെയ്യാത്തൊരു കേക്ക്? അതല്ലേ വിചാരിക്കുന്നത്? വാ കാണിച്ചു തരാം. 200 ഗ്രാംസ് ബിസ്ക്കറ്റ് എടുക്കുക, അതായത് 2 പാക്കറ്റ്, കട്ട് ഇൻ ടു പീസസ്. ഹാഫ് കപ്പ് നട്ട്സ് എടുക്കുക, അത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഒരു പാത്രത്തിൽ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ആവശ്യത്തിന് ഷുഗർ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ ഷുഗറും കൊക്കോ പൗഡറും എല്ലാം നല്ല കമ്പൈൻ ആവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ കാണുന്നത് വെറും ഷോ, കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഷോ ഇതുവരെ കഴിഞ്ഞില്ലേ? അങ്ങനെയല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്? നമ്മൾ ഇതിലോട്ട് 75 ഗ്രാംസ് ബട്ടർ ഇടുക. ബട്ടർ മെൽറ്റ് ആവുന്ന പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ആഡ് ചെയ്യുക. അതിലോട്ട് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ കൊക്കോ പൗഡർ മിക്സും ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ പാത്രം അത്രയ്ക്ക് അങ്ങോട്ട് എസ്തെറ്റിക് ആയില്ല, എന്നാലും ഒപ്പിക്കാം. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ കേക്കിൻ്റെയും പോലെ കണ്ടെയ്നറിലോട്ട് ബട്ടർ നല്ലപോലെ ഗ്രീസ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് ബേക്കിംഗ് നമ്മളിത് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 അവർ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കുക. കേക്ക് ബേസ് അവിടെ സെറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ 1 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ശേഷം 100 ഗ്രാംസ് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുക. അതും നല്ലപോലെ ഇളക്കി കൊടുത്ത് മെൽറ്റ് ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി പരിപാടി വളരെ സിമ്പിൾ. നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച കേക്ക് ബേസ് എടുക്കുക. ഈ ചോക്ലേറ്റ് ഗണേഷ് മേത്തെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മളെല്ലാ ഏരിയയിലേക്കും എത്തണ പോലെ നമ്മൾ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മുടെ ഡെക്കറേഷൻ ആയിട്ടുള്ള ഐറ്റംസ്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഈവൻലി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു 4 to 5 hours ഞങ്ങളത് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ നല്ലപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കേക്ക് കട്ട് ചെയ്ത് വന്നപ്പോൾ അത്ര ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.